നമുക്ക് നിലവിലെ അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിപ്പോർട്ടിങ്ങിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? സേതുലക്ഷ്മി, സേതുലക്ഷ്മി ചോദിച്ചത് ഒരു വളരെ നിർണായകമായ ചോദ്യമാണ്. കാരണം ഇനി നിമിഷങ്ങൾ മാത്രമേ വോട്ടെണ്ണാറുള്ളൂ. ഇനി മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ട്രെൻഡ് അറിയാം. ഡൽഹിയെ സംബന്ധിച്ചോളം പൊതുജനങ്ങളിലുള്ള ഒരു എക്സിറ്റ് പോൾ കാണിക്കുന്ന ഒരു വഴി തന്നെയാണ് പൊതുജനങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. കാരണം ചില മണ്ഡലങ്ങളിൽ ശക്തമായ പോരാട്ടം നടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഈ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ BJPക്ക് നല്ല മുൻതൂക്കമുണ്ട്. കാരണം ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രചരണം, അതായത് പൂർവാഞ്ചൽ UP അല്ലെ ഹരിയാന വിഷം കലക്കുന്നു തുടങ്ങിയ പെണ്ണുങ്ങൾ ഹരിയാനയോട് ചേർന്ന പ്രദേശങ്ങളിൽ, അതേപോലെ തന്നെ ഉത്തർപ്രദേശോട് ചേർന്ന പൂർവാഞ്ചൽ പ്രദേശങ്ങളിലൊക്കെ തന്നെ BJPക്ക് മുൻതൂക്കം ലഭിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതേപോലെ ജാട്ട് വിഭാഗങ്ങൾക്കിടയിൽ BJPക്ക് വളരെ വലിയൊരു സ്വാധീനമുണ്ട്. കാരണം ജാട്ട് നേതാവായ സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ്, പർവേഷ് വർമ്മയാണ് ജാട്ട് സമുദായത്തിന്റെ ഡൽഹിയിലെ വളരെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. പർവേഷ് വർമ്മയുടെ പിതാവ് അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നു, ആദ്യത്തെ ജാട്ട് മുഖ്യമന്ത്രിയായിരുന്നു. ഈ ജാട്ട് സമുദായത്തിന്റെ ഒരു പരിപൂർണ പിന്തുണ ഹരിയാനയിൽ നിന്ന് ലഭിക്കാത്ത പിന്തുണ BJPക്ക് ഡൽഹിയിൽ ലഭിക്കുന്നുണ്ട്. അതേപോലെ ന്യൂനപക്ഷ വോട്ടുകളിൽ നേരത്തെ ശ്രീജിത്ത് ബാലകൃഷ്ണൻ പറഞ്ഞു, 12% ന്യൂനപക്ഷ വോട്ടാണുള്ളത്. ഈ ന്യൂനപക്ഷ വോട്ടുകളിൽ കോൺഗ്രസ് കടന്നു കയറിയിട്ടുണ്ട്. ഓക്കലിൽ കോൺഗ്രസ് വളരെ ശക്തമായ മത്സരമാണ് കാത്തുവെക്കുന്നത്. അതേപോലെ തന്നെ ഒവൈസിയുടെ പാർട്ടിയും ഓക്കലയിൽ മത്സരിക്കുന്നു ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ. പിന്നെ വളരെ പ്രധാനപ്പെട്ട 2.5% വരുന്ന ക്രിസ്ത്യൻ വോട്ടിൽ BJPക്ക് അനുകൂലമായ ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ക്രിസ്മസിലും അതേപോലെ തന്നെ നരേന്ദ്രമോദി നേരിട്ട് തന്നെ ക്രിസ്മസ് പ്രോഗ്രാമിൽ ബിഷപ്പൂരിലെ പരിപാടികളിലും ഗോൾഡാക്കാന പള്ളിയിൽ പോയി ക്രിസ്മസ് ആഘോഷങ്ങൾ പങ്കാളിയായിരുന്നു. അപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിനുള്ള ഒരു അകൽച്ച BJPക്ക്, ക്രിസ്ത്യൻ വോട്ടുകളോടും ഇവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഗ്രൗണ്ട് റിയാലിറ്റി ഉണ്ട്. ശക്തമായ മത്സരമാണോ, അല്ലെങ്കിൽ എക്സിറ്റ് പോളുകൾ പറയുന്നതാണെങ്കിൽ ഒരു BJPക്ക് ഒരു പൂർണ്ണ രൂപത്തിലുള്ള മേൽക്കായ്മ കാണുന്ന ഒരു രീതിയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഏതായാലും ആം ആദ്മി പാർട്ടിക്ക് എഴുത്തള്ളാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. കാരണം ആം ആദ്മി പാർട്ടി സ്ത്രീകൾക്കിടയിൽ സൗജന്യ ബസ് സേവനം, അതേപോലെ തന്നെ വൈദ്യുതി, അതേപോലെ തന്നെ വെള്ളം, അതേപോലെ തന്നെ ക്ലിനിക്കുകൾ, ഇതൊക്കെ ആം ആദ്മി പാർട്ടി നടപ്പിലാക്കിയ വാഗ്ദാനങ്ങളാണ്. ഇതുകൊണ്ട് തന്നെ പിന്നോക്കക്കാരും അതേപോലെ തന്നെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 31% വരുന്ന വോട്ടർമാരും ആം ആദ്മി പാർട്ടിയെ കൈവിട്ടിട്ടില്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ശക്തമായ രീതിയിൽ തിരിച്ചു പിടിക്കും ഭരണമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏതായാലും ഇടത്തരക്കാരുടെ ഇടയിലും അതേപോലെ മധ്യവർഗത്തിന്റെ ഇടയിലും അതേപോലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഇടയിലും ആം ആദ്മി പാർട്ടിയുടെ പിന്തുണ കുറഞ്ഞു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സേതുലക്ഷ്മി, ഈ ശരത്ത് ഇപ്പോൾ നിൽക്കുന്ന BJP ഓഫീസിന് മുൻപിലാണ്. അപ്പോൾ അവിടുത്തെ ഈ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്, അവര് ഈ BJP ക്യാമ്പ് ഇപ്പോഴേ ഒരു ആഘോഷത്തിനൊക്കെ തയ്യാറെടുത്ത് നിൽക്കുന്ന പോലാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതുപോലെ ഇതിന് സമാനം തന്നെയാണോ ഈ ആം ആദ്മി പാർട്ടി ക്യാമ്പിലെ അങ്ങോട്ടേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവിടുത്തെ എന്തെങ്കിലും കാഴ്ചകളൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒപ്പം എനിക്ക് തോന്നുന്നു 1 ലക്ഷത്തോളം പോസ്റ്റൽ ബാലറ്റ്, അതോ 1 ലക്ഷത്തിൽ പരമോ പോസ്റ്റൽ ബാലറ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആദ്യത്തെ ഒരു ട്രെൻഡ് അത് എത്ര മണി മുതൽ അറിയാൻ പറ്റും? സേതു, ട്രെൻഡ് ഒരു 8:30 മുതൽ 9 മണി കഴിയുമ്പോൾ കറക്റ്റ് ട്രെൻഡ് നമുക്ക് മനസ്സിലാകും. കാരണം എന്ന് വെച്ചാൽ ഡൽഹിയെ സംബന്ധിച്ച ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ്. പോലെ 198 കേന്ദ്രങ്ങളിൽ വോട്ട് എണ്ണുന്നുണ്ട്. ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ 11 മണിയോട് തന്നെ വോട്ടെണ്ണൽ പൂർത്തിയാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പാർട്ടികൾ ഇത് സംബന്ധിച്ച ആഘോഷങ്ങളും അതേപോലെ തന്നെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം സേതു ചോദിച്ചത് ശരിയാണ്. കാരണം ആം ആദ്മി പാർട്ടിയിലെ രാവിലെ ആം ആദ്മി ഓഫീസിൽ പോയിരുന്നു, അതുപോലെ കെജ്രിവാളിന്റെ വസതിക്ക് മുമ്പിൽ പോയിരുന്നു. അവിടെയും ആവേശത്തിന് കുറവൊന്നുമില്ല. ഇതുവരെയും തോൽവി സമ്മതിക്കാൻ കെജ്രിവാളോ ആം ആദ്മി പാർട്ടിയോ തയ്യാറായിട്ടില്ല. തങ്ങളെ ജനങ്ങൾ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസമാണ് ആം ആദ്മി പാർട്ടിക്കുള്ളത്. അതാണ് സിസോഡിയുടെയും മറ്റു പ്രതികരണത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പൊ ജംഗ്പുരയാണ് സിസോഡിയുടെ മണ്ഡലം, ആം ആദ്മിയുടെ ശക്തി കേന്ദ്രമാണ്. ന്യൂഡൽഹി മണ്ഡലത്തിൽ നല്ല പ്രതീക്ഷയും കെജ്രിവാൾ
വെച്ച് പുലർത്തുന്നുണ്ട്. എന്നാൽ ഈ ന്യൂഡൽഹി ഇടത്തരക്കാരിടക്ക് എങ്ങനെയാണ് സന്ദീപ് ദീക്ഷിതിന്റെ ഒരു വോട്ടിംഗ് പേഴ്സന്റ് എത്ര ലഭിക്കും, അത് കെജ്രിവാളിനെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം നേരത്തെ മുഖ്യമന്ത്രിയുടെ മകനാണ്, വ്യക്തിപരമായ കുറെ ബന്ധങ്ങൾ ന്യൂഡൽഹി മേഖലകളിലുണ്ട്. ഇതുകൊണ്ട് തന്നെ സന്ദീപ് ദീക്ഷിത് ഒരു ശതമാനം വോട്ട് പിടിക്കുകയാണെങ്കിൽ അത് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കും. ഇവിടെ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ മാതിരി തന്നെ ഈ വോട്ടിൽ കോൺഗ്രസിന്റെ വോട്ട് ഷെയർ, അതായത് കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ 4.6% കോൺഗ്രസിന്റെ വോട്ട് ഷെയർ. അത് ഒരു 10-12% അല്ലെങ്കിൽ 8% ആയി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അത് ഉയരാൻ കോൺഗ്രസ് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം പറയാം, പിന്നെ തെരഞ്ഞെടുപ്പിൽ BJPയെ സംബന്ധിച്ചോളം ശുഭാപ്തി വിശ്വാസം ഉണ്ട്. കാരണം കോൺഗ്രസ് പിടിക്കുന്ന വോട്ടുകൾ ആം ആദ്മി പാർട്ടിയുടെ വോട്ടുകളാണ്. ഈ ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കാൻ കഴിയുന്ന വോട്ടുകളാണ്. ഇതുകൊണ്ട് പിന്നെ സേതു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ഇടതു പാർട്ടികൾ ഇവിടെ മത്സരിക്കുന്നുണ്ട്. 12 സീറ്റിൽ ഇടതു പാർട്ടികൾ, CPM 2 സീറ്റിൽ, 6 സീറ്റിൽ CPI, ഫോർവേഡ് ബ്ലോക്ക് തുടങ്ങി CPI-ML 2 സീറ്റിൽ, ഇങ്ങനെ ഇടതു പാർട്ടികൾ ഒരുമിച്ച് കൂടി ഒരു മത്സര രംഗത്തുണ്ട്. കാര്യമായി സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ലെങ്കിലും ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചിരുന്ന വോട്ടുകളാണ്, അല്ലെങ്കിൽ ലഭിക്കേണ്ട വോട്ടുകളാണ് തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് ഇടതുപക്ഷം മത്സരിക്കൊണ്ട് ലഭിക്കുക. 500 വോട്ടായാലും ശരി, 1000 വോട്ടായാലും നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടുകൾ പോലും ആം ആദ്മിക്ക് നഷ്ടപ്പെടുന്നുണ്ട് ഇടതുപക്ഷത്തിന്റെ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടി ഒറ്റക്ക് മാത്രമാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. നിരവധി നെഗറ്റീവ് ആം ആദ്മി പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിലുണ്ട്. അതിൽ ഒരു നെഗറ്റീവാണ് നേരത്തെ ഇടതുപക്ഷം പൂർണ്ണ രീതിയിൽ ആം ആദ്മി പാർട്ടിയെ പിന്തുണച്ചതാണ് ഇടതുപക്ഷം. ആ CPM അടക്കമുള്ള ഇടതുപക്ഷം ഇപ്പോൾ അവർ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു. ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യണമോ എന്ന് പോലും പരസ്യമായി പ്രഖ്യാപിക്കാൻ ഇടതു പാർട്ടികൾ തയ്യാറായിട്ടില്ല. ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയും ആം ആദ്മി പാർട്ടിക്ക് പഴയ രീതിയിലുള്ള, അല്ലെങ്കിൽ BJPയെ സംബന്ധിച്ചോളം വിശ്വാസം ഏർപ്പെടുന്ന, വിജയിക്കാൻ കഴിയും എന്നുള്ള ഒരു സ്ഥിതിയാണുള്ളത്. സേതുലക്ഷ്മി ഏകപക്ഷീയമായ ഒരു പോരാട്ടമായി മാറുമ്പോൾ എക്സിറ്റ് പോളുകൾ അതാണ് കാണിക്കുന്നത്. ഏകപക്ഷീയമായ ഒരു ഫലമാണ് എക്സിറ്റ് അതറിയാൻ വേണ്ടി ഇനി അധികം ദൂരമില്ല ശരത്ത്. കാരണം ഇനി അരമണിക്കൂർ പോലുമില്ല ആ ഒരു ജനവിധി ആദ്യത്തെ ട്രെൻഡൊക്കെ വരാൻ അധിക സമയം പോലുമില്ല. അതിനു മുൻപ് അവിടെ ഈ ഉദ്യോഗസ്ഥരെത്തി സ്ട്രോങ് റൂം ഒക്കെ തുറന്നിട്ടുണ്ടോ? സ്വാഭാവികമായിട്ട് സ്ട്രോങ് റൂം 7 മണിക്ക് തന്നെ ഉദ്യോഗസ്ഥർ കടത്തി വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തിയിട്ടുണ്ട്. 7 മണിക്ക് എത്തണമെന്നാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഉദ്യോഗസ്ഥർ നൽകിയ കാര്യങ്ങൾ. ഇപ്പോൾ സ്ഥാനാർത്ഥികൾ ഏജന്റുമാരും പാർട്ടി ഏജന്റുമാരും വോട്ടെണ്ണൽ കേന്ദ്രത്തിലകത്തേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും പോസ്റ്റൽ വോട്ടുകൾ അല്പനിമിഷങ്ങൾ കൊണ്ട് എണ്ണി തുടങ്ങും. പോസ്റ്റൽ വോട്ടിലെ ആദ്യത്തെ ട്രെൻഡ് അനുസരിച്ച്, പിന്നെ പോസ്റ്റൽ വോട്ടുകളുടെ ട്രെൻഡ് നമുക്ക് ഒരിക്കലും കണക്കാക്കാൻ പറ്റില്ല. പോസ്റ്റൽ വോട്ടുകൾ എപ്പോഴും ഉദ്യോഗസ്ഥന്മാരുടെ വോട്ടുകളാണ്. അത് സ്വാഭാവികമായിട്ട് അതിൽ ഡൽഹിയെ സംബന്ധിച്ചോളം ഉദ്യോഗസ്ഥന്മാരുടെ വോട്ടുകൾ ആം ആദ്മി പാർട്ടിക്കും അതേപോലെ തന്നെ BJPക്കും ഒരേപോലെ ലഭിച്ചിരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ തവണ ആദായ നികുതി പരിധി 12 ലക്ഷമാക്കിയതോട് കൂടിയിട്ട് ഉദ്യോഗസ്ഥന്മാരിൽ ഭൂരിഭാഗത്തിന്റെ ഒരു പിന്തുണ BJPക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ BJP കരുതുന്നത് പോസ്റ്റൽ വോട്ടിൽ പൂർണ്ണമായ ആധിപത്യം ലഭിക്കുമെന്ന് തന്നെയാണ് സേതു. ശരി ശരത്ത്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ കൂടെ ഉണ്ട്. ശ്രീജിത്ത്, ഈ ഡൽഹിയിലെ 12 SC സീറ്റുകൾ അതാണ് അതീവ നിർണായകം. പക്ഷെ അതിലും അപ്പോഴും ഈ മായാവതിയുടെ BSP, ഒപ്പം ചന്ദ്രശേഖർ ആസാദിന്റെ സമാജ്വാദി പാർട്ടി, ഇവർ രണ്ടും എത്രത്തോളം സ്വാധീനം ചെലുത്തും എന്നതും ഇനി കണ്ടറിയണം അല്ലേ? തീർച്ചയായും ചെറിയ പാർട്ടികളുടെ ഒരു ഇടപെടൽ എന്തായാലും ഡൽഹിയിൽ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ശരത്തൻ സൂചിപ്പിച്ച പോലെ ഇടത് പാർട്ടികളും ഈ BSPയും അല്ലെങ്കിൽ ഭീം പാർട്ടിയും അല്ലെങ്കിൽ ചന്ദ്രശേഖർ ആസാദ് പാർട്ടിയും അടക്കം ഈ സമാജ്വാദി പാർട്ടി വലിയ സ്വാധീനമൊന്നും ഇല്ലെങ്കിൽ പോലും ചില മേഖലകൾ, അതായത് ഉത്തർപ്രദേശിനോട് ചേർന്ന് കിടക്കുന്ന മേഖലകൾ, ഹരിയാനയോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലങ്ങൾ, ഇവിടെയൊക്കെ ഈ ചെറിയ പാർട്ടികൾക്ക് ചെറുതെങ്കിലും, അതായത് ഒരു 500 വോട്ടെങ്കിലും പിടിച്ചാൽ ആ ഒരുപക്ഷെ ഒരു 1000-ഓ 2000-ഓ 3000-ഓ ഒക്കെ ലീഡ് വരുന്ന മണ്ഡലങ്ങളിൽ ഈ പാർട്ടികൾ പിടിക്കുന്ന 500 ആയാലും 100 ആയാലും 200 ആയാലും ഒക്കെ വോട്ട് ഷെയർ അല്ലെങ്കിൽ വോട്ട് വിഹിതം ബാധിക്കുക എന്തായാലും ആം ആദ്മി പാർട്ടി തന്നെയായിരിക്കും. അത് ഉറപ്പാണ്. കാരണം ഈ കഴിഞ്ഞ ഒരു 20 വർഷക്കാലത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ BJP മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ ചെറിയ പാർട്ടികൾ പിടിക്കുന്ന വോട്ടുകൾ സ്വാഭാവികമായും ബാധിക്കുക BJPക്ക് എതിരായി നിൽക്കുന്ന ആളുകളെയായിരിക്കും. അത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ആണെങ്കിൽ, ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിൽ, ആ രൂപത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്